നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാർ കുടുങ്ങി. സൗദിയിൽ പോകാൻ എത്തിയ 30 പേരാണ് കുടുങ്ങിയത്. ടിക്കറ്റ് എടുത്തവരുടെ പേര് പട്ടികയിൽ ഇല്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇതോടെ യാത്രക്കാർ എയർപോർട്ടിൽ കുടുങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ 10:20 ശ്രീലങ്കൻ എയർലൈൻസിൽ പോകേണ്ടവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇന്നലെ സൗദിയിലേക്ക് പോകാനിരുന്ന വിമാനത്തിൽ പോകേണ്ടിയിരുന്നവരാണ്. എന്നാൽ വിമാനം റദ്ദായതോടെ യാത്ര മുടങ്ങുകയായിരുന്നു. അതിനു പകരം സൗകര്യം എന്ന രീതിയിൽ ഇന്നത്തെ ടിക്കറ്റ് നൽകിയില്ലെങ്കിലും ചെറിയ വിമാനമായതിനാൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. നാളെ യാത്രാ സൗകര്യം ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പ്രതീക്ഷയില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. അതിനിടെ വിമാനയാത്രയ്ക്ക് പകരം സൗകര്യം ഏർപ്പെടുത്താതെ വിമാന ടിക്കറ്റുകൾ റദ്ദാക്കിയ എയർലൈൻസും ഏജൻസിയും 64,442 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു. മുൻ ജില്ലാ ജഡ്ജിയും കൊല്ലം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അന്നത്തെ പ്രസിഡന്റുമായിരുന്ന EM മുഹമ്മദ് ഇബ്രാഹിം, മെമ്പർ സന്ധ്യ റാണിയും നൽകിയ പരാതിയിലാണ് DB വിനു അധ്യക്ഷനും വൈക്കം രാമചന്ദ്രൻ, ശ്രീവിദ്യ എന്നിവർ മെമ്പർമാരുമായ ബെഞ്ച് ഉത്തരവിട്ടത്. ഔദ്യോഗിക ആവശ്യത്തിന് ദില്ലിയിൽ പോയി ബാംഗ്ലൂരു വഴി കൊച്ചിയിലെത്തുന്ന വിമാന ടിക്കറ്റാണ് ക്ലിയർ ട്രിപ്പിന്റെ വെബ്സൈറ്റ് വഴി 2019 മാർച്ച് 9 11,582 രൂപ നൽകി 2019 ഏപ്രിൽ 12 ബുക്ക് ചെയ്തത്. എന്നാൽ യാത്രയ്ക്കായി നിശ്ചയിച്ച ദിവസത്തിന് 13 ദിവസം മുൻപ് വിമാന കമ്പനി ടിക്കറ്റുകൾ റദ്ദാക്കി. റീബുക്കിങ്ങോ ഫുൾ റീഫണ്ടോ നൽകാമെന്നായിരുന്നു വിമാന കമ്പനിയുടെ വാഗ്ദാനം. എന്നാൽ പിന്നീട് അവർ നിലപാട് മാറ്റി. മുഴുവൻ ടിക്കറ്റ് തുകയെ യാത്രികർക്ക് തിരിച്ചു നൽകിയില്ല. ഇതിനെ തുടർന്ന് ഉയർന്ന തുകയായ 19,743 രൂപ നൽകി പരാതിക്കാർക്ക് 2 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടി വന്നു. എയർലൈൻ കമ്പനിയുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാരണങ്ങളാലാണ് വിമാന സർവീസ് റദ്ദാക്കിയതെന്നും എയർലൈൻസ് ചട്ടപ്രകാരം നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത തങ്ങൾക്കില്ലെന്നും വിമാന കമ്പനി ബോധിപ്പിച്ചു. എന്നാൽ വിമാനത്തിന്റെ കാലപ്പഴക്കം മൂലം സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് പരാതിക്കാരന്റെ വാദം. എതിർകക്ഷികളുടെ സേവനത്തിലെ ന്യൂനത മൂലം കൂടിയ തുക നൽകി പരാതിക്കാർക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അതിന് നഷ്ടപരിഹാരവും ടിക്കറ്റ് തുകയും കോടതി ചെലവും നൽകാൻ എതിർകക്ഷികൾ ബാധ്യസ്ഥരാണെന്ന് ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. നഷ്ടപരിഹാരവും കോടതി ചിലവുമായി 64,442 രൂപ എതിർകക്ഷികൾ 1 മാസത്തിനകം പരാതിക്കാർക്ക് നൽകാനും ഉത്തരവിലുണ്ട്. അതേസമയം അബുദാബിയിൽ പ്രവാസികളടക്കമുള്ള ഡ്രൈവർക്ക് പുതിയ മുന്നറിയിപ്പുമായി പോലീസ്. സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുമ്പോഴും ഇന്ധനം നിറയ്ക്കുമ്പോഴും വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ചെയ്ത് ഡ്രൈവർ പുറത്തിറങ്ങിയാൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് അബുദാബി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരക്കാരിൽ നിന്നും 500 ദിർഹം വരെ പിഴ ഈടാക്കുമെന്നാണ് അബുദാബി പോലീസ് അറിയിച്ചിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനും ഇന്ധനം നിറയ്ക്കുന്നതിനും ATM-ൽ നിന്ന് പണമെടുക്കാൻ വേണ്ടിയും വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ചെയ്ത് ഡ്രൈവർമാർ ഇറങ്ങിപ്പോകുന്ന സംഭവം വ്യാപകമാകുന്നുണ്ട്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരം സംഭവങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പിഴ ഈടാക്കാൻ ഒരുങ്ങുന്നത്.